എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൂടെ CP മധുസൂദന മേനോൻ സാറാണുള്ളത്. അവിചാരിതമായിട്ടാണ് ഇന്നലെ ഞാൻ ഡൽഹിയിൽ നിന്ന് കാണുന്നത്. എനിക്ക് ലിസ്റ്റിലുള്ളത് അറിയായിരുന്നു, പക്ഷേ ചേട്ടനാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്ന് കാണുമ്പോൾ മീൻസ് യങ്ങായിട്ടുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ചാടിക്കരി സംസാരിച്ചപ്പോഴാണ് ആള് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, അത്രയും യാത്ര ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ കണ്ടതിനെക്കാട്ടും ഭാരതം കണ്ടതാണ്. സോ ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തരാൻ കുറേ ഉണ്ടാവും ചേട്ടാ. അപ്പോൾ നമസ്കാരം, വെൽക്കം ടു എല്ലമാർക്കെ. നമസ്കാരം. എങ്ങനെയാണ് എല്ലമാർക്കയിലേക്ക് കണക്ട് ആവുന്നത്? എല്ലമാർക്ക് രജിത് കുമാർജി ആയിട്ടുള്ള കണക്ഷൻ ആരംഭിക്കുന്നത് ഞങ്ങളുടെ ഒരു പൊതു സുഹൃത്തുണ്ട്, ബഹ്റിനിലുള്ള രഞ്ജിത് കുമാർ. അപ്പോൾ അദ്ദേഹത്തിൽ കൂടിയാണ് ഞാൻ ഇദ്ദേഹത്തെ അറിയുന്നതും. ഇദ്ദേഹത്തിൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്ത സമയത്ത് രഞ്ജിത് കുമാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി എനിക്ക് ആദ്യ വേർഷൻ്റെ ഇപ്പോൾ അതിൻ്റെ 15ാം എഡിഷൻ കഴിഞ്ഞ ആ പുസ്തകത്തിൻ്റെ കോപ്പി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ പറ്റി അറിയുന്നത്. പിന്നീട് വടയാർ സുനിലിൻ്റെ വീഡിയോകളിൽ കൂടി കൂടുതൽ അറിയാൻ കഴിഞ്ഞു. ഒരു ആസ് എ പേഴ്സൺ നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഗ്രന്ഥകാരനെ പറ്റി അറിയുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും ഭാവങ്ങളിൽ നിന്നും അറിയാൻ പറ്റില്ല. അങ്ങനെ വളരെ വിശദമായിട്ട് അറിയാൻ പറ്റി. അപ്പോൾ വലിയൊരു ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി വലിയൊരു ടാസ്ക്കാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്, പ്രത്യേകിച്ചും കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ കൂടാതെ വേറെ വഴികളില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും മനോഹരമായ ഒരു ആശയമായി പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിൻ്റെ കൂടെ നടക്കുക എന്നല്ലാതെ വേറെ യാതൊരു വഴികളുമില്ല. അപ്പോൾ വളരെ സന്തോഷപൂർവ്വമാണ് നമ്മൾ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ 15ാം പതിപ്പിൻ്റെ പുസ്തകം ഏറ്റുവാങ്ങാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഭഗവാനിൽ നിന്ന് കിട്ടി. അപ്പോൾ അതിന് ശേഷമാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചത്. ഞാൻ വരാൻ പറ്റുമെന്ന് അറിയണ്ടായിരുന്നു, എനിക്ക് യാത്രകളുണ്ടായിരുന്നു. പക്ഷെ വന്നില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടമായിരുന്നു എന്ന് തോന്നുന്ന രീതിയിലാണ് ഇന്നലെ ആ പരിപാടി നടന്നത്. എങ്ങനെ തോന്നിയായിരുന്നു പ്രോഗ്രാം? കുറേ പേര് ഗ്രൗണ്ട് ഫോഴ്സിനെ കൊണ്ട് പറഞ്ഞായിരുന്നു വന്നവർ, കുറേ പേര് പ്രോഗ്രാമിൻ്റെ എനർജിയെ പറ്റി പറഞ്ഞായിരുന്നു. നോക്കൂ, ഏതൊരു സമൂഹത്തിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിൻ്റെ യുവതയാണ്. ഇപ്പോൾ വിവേകാനന്ദൻ ഭാരതത്തിലെ ചെറുപ്പക്കാരെയാണ് അഭിസംബോധന ചെയ്തത്. ആ യുവതയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തെ മാറ്റിമറിക്കാൻ, ഒരു സമൂഹത്തെ മാറ്റിമറിക്കാനുള്ള ശക്തി യുവതയ്ക്കാണെന്ന്. അപ്പോൾ എല്ലമാർക്കയുടെ ശക്തി ഞാൻ കാണുന്നത് അതിൻ്റെ കൂടെയുള്ള യുവത്വമാണ്. ഇപ്പോൾ ഗ്രൗണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആ പേര് തന്നെ ഗ്രൗണ്ട് ഫോഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നത് നമുക്ക് പലപ്പോഴും എയർലൈൻസിൻ്റെയാണ് നമ്മൾ ഗ്രൗണ്ട് ഫോഴ്സ് എന്നൊക്കെ പറയാം. അതിനേക്കാൾ എഫിഷ്യൻസിയിൽ അതിനേക്കാൾ കാര്യക്ഷമതയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ. അപ്പോൾ രജിത് കുമാർജിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ലീഡർഷിപ്പിൻ്റെ പരമോന്നത ഭാവം എന്ന് പറയുന്നത് ഇൻവിസിബിൾ ലീഡർഷിപ്പാണ്. ഒരു ലീഡർ അവിടെ ഉണ്ട്, എന്നാൽ ആ ലീഡർ ഉണ്ട് എന്നുള്ളത് മറ്റാർക്കും അനുഭവപ്പെടാതെ എല്ലാവരും ഞാനാണ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്നുള്ള രീതിയിൽ പണിയെടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലീഡർഷിപ്പിൻ്റെ പരമോന്നതമായ അവസ്ഥ. ആ അവസ്ഥയിൽ ഇത് ചെയ്യാൻ ശേഷിയുള്ള ഒരാളാണ് രജിത് കുമാർജി. അദ്ദേഹം അവിടെ ഉണ്ട്, അദ്ദേഹം പക്ഷെ ഒന്നിലും ഇടപെടുന്നില്ല. അദ്ദേഹം ഇൻവിസിബിൾ ലീഡറാണ്. എല്ലാ എല്ലമാർക്കയുടെ പ്രവർത്തകനും ഗ്രൗണ്ട് ഫോഴ്സും അവനവൻ്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഒരു ബഹളോ തിക്കുംതിരക്കോ ഒന്നുമില്ലാതെ സുഖമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലമാർക്കയുടെ യുവത്വം അവരുടെ പെർഫോമൻസ് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. കാരണം ഇങ്ങനെയുള്ളവരെയാണ് നമുക്ക് വേണ്ടത്. മാത്രമല്ല ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ ഭക്തി മാത്രമല്ല, ഇവർ ദേശഭക്തി കൂടി പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ്. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ, ഇതാണ് നമുക്ക് വേണ്ടത്. വേറെ എന്താ വേണ്ടത്? സ്വർണത്തിന് സുഗന്ധം വരുന്ന പോലെയാണ് ഭക്തിയുണ്ട് മുരുകൻ്റെ, അതിന് പുറമെ ദേശഭക്തിയും കൂടിയും പ്രചരിപ്പിക്കുന്ന ഒരു സംഘം. അതിമനോഹരം എന്ന് പറയുന്നത്. നമ്മൾ അതിപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളെന്ന് പറയുകയാണ്, സ്പിരിച്വൽ റെനൈസൻസ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ പറയുകയാണ്. ഇപ്പോൾ ഭാരതം അതിൻ്റെ ശക്തി ഹാസ് ട്രാവൽഡ് അക്രോസ് ദ ഗ്ലോബ് ആൻഡ് ഇറ്റ്സ് കമ്മിങ് ബാക്ക് ടു ഭാരത് എന്ന് പറയുന്ന കുറേ പേര്. ശക്തി തിരിച്ച് ഭാരതത്തിലേക്ക് വരികയാണ്. ആ സമയത്ത് തന്നെ ഈ ഒരു സംഭവ വികാസങ്ങളൊക്കെ നടക്കുകയാണ്, എല്ലമാർക്ക് റൈസ് ചെയ്യുന്നു. കുറേ യുവാക്കൾ ചേട്ടൻ പറഞ്ഞ പോലെ കുംഭമേള പ്രയാഗിൽ നടന്നല്ലോ, അവിടെയും യുവാക്കളുടെ പാർട്ടിസിപ്പേഷൻ ഭയങ്കര കൂടുതലായിരുന്നു. റഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ ആശ്രമങ്ങളിലേക്ക് ഒഴുക്കാണ് യങ്സ്റ്റേഴ്സിൽ. അപ്പോൾ ഈ ധർമ്മം വീണ്ടും പിന്നെ തിരിച്ചതിൻ്റെ ശക്തിയിലേക്ക് വരുവാണോ? ചേട്ടനാണ് ഇന്ത്യ ക്രോസ് ട്രാവൽ ചെയ്തതാണ്, സോ അത് ചേട്ടന് പറയാൻ. നോക്കൂ, റിനൈസൻസ് എന്ന് പറയുന്ന വാക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂറോപ്പിൽ നിന്ന് കണ്ടെടുക്കുന്ന. പക്ഷെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ധർമ്മം ഒരിക്കലും നശിക്കില്ല എന്നാണ്. ഇപ്പൊ സനാതന ധർമ്മം എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ അത് നശിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ പല സ്റ്റേജിലും ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുന്നത്, 17 തവണ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ആക്രമണകാരികൾ ആക്രമിച്ച് നശിപ്പിച്ച് കൊള്ളയടിച്ച ക്ഷേത്രമാണ് സോമനാഥ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഇത് ഗസ്നിയിൽ നിന്നുള്ള ഗസ്നിയിലേക്കാണ് ഇവിടുന്ന് എല്ലാം മോഷ്ടിച്ച് കൊണ്ടുപോയിട്ടുള്ളത്. ഇന്ന് ഗസ്നിയുടെ അവസ്ഥ, അഫ്ഗാനിസ്ഥാനിലെ ഗസ്നിയുടെ അവസ്ഥ നോക്കൂ, ഇന്ന് സോമനാഥിന്റെ അവസ്ഥ നോക്കൂ. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിത കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നാം, സോമനാഥ് തകർക്കുമ്പോൾ അയ്യോ ഏതാ ഭഗവാന്റെ ആസ്ഥാനം ഒരു തകർത്തില്ലേ, കാശി തകർക്കുമ്പോൾ തോന്നാം
അയോധ്യ തകർക്കുമ്പോൾ തോന്നാം ഇത് തകർത്തില്ലെന്ന് നമുക്ക് തോന്നാം. ഒരു മനുഷ്യന്റെ കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത് ധർമ്മത്തിന്റെ അന്ത്യാണെന്നുള്ളത് തോന്നാം. പക്ഷെ നമ്മുടെ കാലഗണനയല്ല ഭഗവാന്റെ കാലഗണന. അപ്പോ ഒരു തിരയടിക്കുന്ന പോലെ, തിര മുകളിലേക്കും പോകുന്നു താഴത്തേക്കും പോകുന്ന പോലെ ചെറിയ, അതായത് ഇനിയും കൂടുതൽ മുകളിലേക്ക് പോകാനാണ് അത് താഴത്തേക്ക് വരുന്നത്. ശരിക്കും മുഗളന്മാരുടെതൊക്കെ ഒരു ചെറിയ കാലഘട്ടമാണ്. അതായത് സനാതന ധർമ്മത്തിന് ഇപ്പൊ നമ്മള് അതിന്റെ പഴക്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ ക്രാഡിൽ ഓഫ് സിവിലൈസേഷൻ എന്നാണ് പറയുന്നത്. എല്ലാ സംസ്കാരങ്ങളും ഇന്ത്യയിൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു കാലഗണന വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ താൽക്കാലികമായി വന്നിട്ടുള്ള ചെറിയ ഇത്തരത്തിലുള്ള ഒരുപാട് ആശയങ്ങൾ വന്നു പോയി. ലോകം കീഴടക്കുമ്പോൾ നമ്മൾ ധരിച്ചിരുന്ന ഹിപ്പീസം വന്നു പോയില്ലേ? ഒരു പക്ഷെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട ബുദ്ധിസം ഒരുപക്ഷെ ലോകം കീഴടക്കുന്നു പോയില്ലേ? അതിന്റെയും ആ ഒരു അങ്ങനെ എത്രയോ ആശയങ്ങൾ വന്നുപോയി. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ, ഒരു കാലത്ത് ലോകം മുഴുവൻ കമ്മ്യൂണിസം ആവും എന്ന് നമ്മൾ സംശയിച്ചിരുന്നൊക്കെ പോയില്ലേ? പക്ഷെ അവിടെയൊക്കെ അടിയിളകാതെ നിൽക്കുന്ന ഒന്നാണ് സനാതനധർമ്മം. അപ്പൊ ഈ സനാതന ധർമ്മത്തിന് ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ചെറിയ വേരിയേഷൻസുകൾ വരാം, ആളുകളെ നിന്ന് വിട്ടുപോകാം. പക്ഷെ ഇപ്പൊ നോക്കൂ, നശിപ്പിച്ചു എന്ന് ധരിച്ചിരുന്ന ആളുകളെ ഞെട്ടിപ്പിച്ചുകൊണ്ട്, നശിച്ചു എന്ന് ദുഃഖിച്ചിരുന്നവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഇത് യുവാക്കളെ ഏറ്റെടുത്തുകൊണ്ട് തിരിച്ചു വരികയാണ്. ഇതാണ് സനാതനം. ഓരോ കാലഘട്ടത്തിലും ഇപ്പൊ ഈ LMRK എന്ന് പറയുന്ന പോലെ ഇതൊക്കെ ഓരോ ധർമ്മം നിർവഹിക്കാൻ വേണ്ടി ജന്മം എടുക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഇദ്ദേഹത്തെ പോലെ ഒരു രജിത് കുമാർജിയെ പോലെ ഒരു എന്താ പറയാ ആധ്യാത്മിക പശ്ചാത്തലവും ഇല്ലാത്ത ഒരാള് പെട്ടെന്നൊരു ദിവസം മുരുകൻ സൈന്യത്തിന്റെ ക്യാപ്റ്റനായി വരുന്നു. അദ്ദേഹത്തെ കൊണ്ട് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇന്ന് ഭാരതമെമ്പാടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത് ആ ഒരു യുഗപ്പിറവിക്ക് ശേഷമുള്ള സമയത്തായതുകൊണ്ട് അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ മറക്കരുത്, ജസിയ കൊടുത്തുകൊണ്ട് തീർത്ഥയാത്രകൾ നടത്തിയിരുന്നവർ നിലനിർത്തി തന്നതാണ് നമ്മുടെ ഇന്നത്തെ സംസ്കാരം. അവരെ നമ്മൾ മറന്നുകൊണ്ട് മുന്നോട്ട് പോകരുത്. ജസിയ മാത്രമല്ല, ഹിന്ദു കർഷകർക്ക് പ്രത്യേകമായിട്ടുള്ള നികുതികൾ ഉണ്ടായിരുന്നു, ആരും പറയാറില്ല. പകുതിയോളം ധാന്യങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന സർക്കാരിന് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്ന ഒരുപാട് ടാക്സുകൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കൊടുത്തുകൊണ്ടും ഈ സംസ്കാരത്തെ നിലനിർത്തിയവരാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നടക്കുന്ന നവോത്ഥാനത്തിന്റെ യഥാർത്ഥത്തിലുള്ള നേരാവകാശികൾ. നമ്മളല്ല. നമ്മൾ ആ കാലഘട്ടം ആസ്വദിക്കുന്നു. 500 വർഷം രാമന്റെ വീട് തകർന്നതിൽ കണ്ണീരൊഴുക്കിയ ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു. രാമന്റെ വീട് പുനഃസ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിച്ചൊരു ജനത ഉണ്ടായിരുന്നു. ആ ജനത നടത്തിയ പ്രാർത്ഥനകളുടെ പരിണിത ഫലം നമ്മുടെ സമയത്താണ് നമ്മൾ അനുഭവിച്ചത്. നമ്മളിൽ എത്ര പേരൊന്ന് അയോധ്യ പോയി അത് കണ്ടു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ യഥാർത്ഥത്തിലൊരു ആത്മപരിശോധന നടത്തേണ്ട വിഷയം. ഈ വീട് 500 വർഷങ്ങൾ എത്രയോ ഹിന്ദുക്കൾ കണ്ണീരോടുകൂടി കാത്തിരുന്ന ആ വീട്ടിലേക്ക് രാംലല്ലയെ കൊണ്ടുവന്നിരുത്തിയതിനു ശേഷം നമുക്ക് എത്ര പേർക്ക് അവിടെ പോകാൻ പറ്റും? ഇതാണ്. അപ്പൊ പക്ഷേ പൊതുവിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഈ റിനൈൻസൻസ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് എടുത്തു കളയാം. അല്ലെങ്കിൽ ഒരു എന്താ പറയാ നവോത്ഥാനം എന്ന് പറയാൻ പറ്റില്ല, ഒരു പുനരുദ്ധാരണം എന്ന് പറയാം, അങ്ങനെ എന്തും പറയാം, എന്ത് വാക്കുകളോട്ടെ. പക്ഷെ നമ്മൾക്ക് ഇപ്പൊ കാണുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരിക്കലും നശിക്കാത്തതായി തന്നെയാണ് ആ ധർമ്മങ്ങൾ വീണ്ടും പ്രാമുഖ്യം നേടുന്നു എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഇന്നത്തെ ലോക സാഹചര്യം, സാമൂഹ്യ സാഹചര്യം ഒരുപക്ഷെ ചെറുപ്പക്കാരെ കൂടുതലായിട്ട് സനാതന ഈ പറയുന്നില്ലേ, യൂറോപ്പിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നു പറയുന്നത് എന്താണ് ഉത്തരം എന്ന് പറയുന്നത് ടോളറൻസ് അല്ല. ഉത്തരം എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റൻസ് ആണ്. എന്റെ വിശ്വാസവും നിന്റെ വിശ്വാസവും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്ന് വിചാരിക്കുന്ന ഒരു വിശ്വാസ രീതിക്ക് ഇന്നത്തെ മൾട്ടിപോളാർ ലോകത്ത്, റിലീജിയസ് ലോകത്ത് നിലനിൽക്കാൻ സാധിക്കും. എന്നുവെച്ചാൽ എല്ലാത്തിനേക്കാളും മോഡേൺ ആയിട്ടുള്ള ചിന്താഗതി സനാതന ധർമ്മം. ആ ചിന്താഗതി നമുക്കേ സാധിക്കും. എന്റേത് ശരിയാണ്, നിന്റേതും ശരിയാണ്, എന്റേതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ നിന്നെയും ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു സനാതനിക്കേ പറ്റുള്ളൂ. എന്റേത് മാത്രം ശരിയെന്നും എന്റെ രീതി മാത്രമാണ് അനുവർത്തിക്കേണ്ടത്, അല്ലാത്തവരെല്ലാം തന്നെ തെറ്റായ വഴിക്ക് പോവാണെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളുടെ അടിസ്ഥാനമാണ്. എന്റേതാണ് ശരിയെന്നും എന്റെ രീതിയിലേക്ക് നീ വരണം എന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്നത്. എന്റേതും നിന്റേതും ശരിയാണെന്ന് പറയുന്ന സനാതന ധർമ്മം തന്നെയാണ് പരിഹാരം. അത് യൂറോപ്പിലാവട്ടെ, ഇനി ലോകമെമ്പാടും തന്നെ ഇതിനേക്കാൾ മാത്രമായ ഒരു ആശയം ഇനി ജന്മം കൊള്ളാനില്ല. അത് ആക്സെപ്റ്റൻസ് വന്നേ പറ്റൂ. അത് സമയമെടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാല് പൈസ കൊണ്ടും അധികാരം കൊണ്ടും ഭരിച്ചിരുന്ന കാലഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. ഈ സമയത്തേക്ക് വരികയാണ്. അതിന്റെ കൂടെ ആ ചേട്ടൻ ഇന്നലെ സംസാരിച്ചപ്പോ പറഞ്ഞത് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ ആധ്യാത്മികത ഓൾഡ് പീപ്പിളിന് വേണ്ടിയാണ്. അവർക്ക് ആ സമയത്ത് ചിന്തിച്ചും ഭജിച്ചും ഇരിക്കാൻ വേണ്ടി മാത്രമാണ് നാമങ്ങള്, മന്ത്രങ്ങൾ, ഇങ്ങനത്തെ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു അടിച്ചേൽപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. നോക്കൂ, നമ്മൾ ഇന്ന് കാണുന്ന സനാതന ധർമ്മത്തിന്റെ ഇതെന്ന് പറഞ്ഞ് നമ്മളെ വിമർശിക്കുന്ന ചാതുർവർണ്ണ വ്യവസ്ഥിതി, ജാതി വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിമർശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിമനോഹരമായ ഒരു കാർ ഉണ്ടാക്കി. ആ കാർ വളരെ ഗുരുതരമായ ഒരു അപകടത്തിൽപ്പെട്ട് തകർന്നടിഞ്ഞു കിടക്കുന്ന സമയത്ത് വന്നിട്ട് അതിൻ്റെ ഭംഗിയെപ്പറ്റി വർണ്ണിക്കുന്ന പോലെ ഒരു ആക്ഷേപം നിറഞ്ഞ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ സനാതനധർമ്മത്തെ പറ്റി പറയുന്നത്. നമ്മൾ കടന്നുപോയത് എന്തിൽ കൂടെയാണ്? ലോകത്ത് ഒരു ജനതയും, നമ്മൾ ജൂതന്മാർക്ക് പറ്റിയ അടിമത്തത്തെ പറ്റി പറഞ്ഞു, ആഫ്രിക്കക്കാർക്ക് പറ്റിയ അടിമത്തത്തെ പറ്റി പറഞ്ഞു, പക്ഷെ ലോകത്ത് ഒരു ജനതയും ഹിന്ദു അനുഭവിച്ചതിനേക്കാൾ കൊടിയ പീഡനങ്ങളും ചൂഷണങ്ങളും അനുഭവിച്ചിട്ടില്ല. സാമ്പത്തികമായും സാമൂഹികമായുള്ള ചൂഷണങ്ങൾ അനുഭവിച്ചിട്ടില്ല. 1000 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന അടിമത്തത്തിന് ശേഷം, അതായത് ഈ പറയുന്ന ആക്സിഡന്റിന് ശേഷം നമ്മൾ കാറിനെ വിലയിരുത്താൻ പോകുന്ന പോലെയാണ് ഇന്ന് നമ്മൾ കണ്ട ഹിന്ദുത്വം. അതുമാത്രമല്ല, ഭാരതം സ്വതന്ത്രമായപ്പോൾ അതിൻ്റെ സാംസ്കാരിക പൈതൃകങ്ങൾ വീണ്ടെടുക്കാവുന്ന നല്ലൊരു അവസരം ഉണ്ടായിരുന്നു. അടുത്ത തലമുറയ്ക്ക് ആ സാംസ്കാരിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കാവുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് വളർത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഭരണാധികാരികൾ തെരഞ്ഞെടുത്ത് എന്താണെന്നുണ്ടെങ്കിൽ ഇർഫാൻ ഹബീബും അല്ലെങ്കിൽ റോംല താപ്പറെ പോലുള്ള ചരിത്രകാരന്മാർ നിർമ്മിച്ചെടുത്ത ചരിത്രം, അത് മെക്കാളെ പ്രഭു സംവിധാനം ചെയ്ത അതേ സിസ്റ്റത്തിൽ കൂടി, ക്ലർക്കുമാരെ സൃഷ്ടിക്കാൻ വേണ്ടി സൃഷ്ടിച്ചെടുത്ത അതേ സിസ്റ്റത്തിൽ കൂടി അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ചെയ്തത്. അപ്പൊ ആ പല ചരിത്രങ്ങളും നമ്മൾ അറിഞ്ഞത് സത്യമല്ല, നമ്മൾ അറിഞ്ഞത് മുഴുവൻ വളച്ചൊടിക്കപ്പെട്ട ചരിത്രങ്ങൾ. ഹിസ്റ്റോറിയൻസ് അല്ല, ഡിസ്റ്റോറിയൻസ് ആണ്. അത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അത് ചെയ്തത്. അതൊന്നും നിഷ്കളങ്കമായ പ്രവർത്തനമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം എന്ന് പറയുന്നത് മുഗൾ വംശത്തിൽ നിന്ന് ആരംഭിച്ച് എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലാണ് പല പുസ്തകങ്ങളും. ഞാൻ നിങ്ങളോട് വളരെ സിമ്പിളായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രീരാമന്റെ അച്ഛൻ ദശരഥനാണ്, ദശരഥന്റെ അച്ഛന്റെ പേരാണ്. എന്നാൽ ബാബർ മുതൽ ഇങ്ങോട്ടുള്ള ഔറംഗസീബ് വരെയുള്ള എല്ലാ തലമുറയുടെയും പേര് നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങളത് സ്കൂളിൽ പഠിച്ചു, എന്നാൽ മറ്റൊന്നും നിങ്ങളെ പഠിപ്പിച്ചില്ല. ഇവിടെ നിലനിന്നിരുന്ന ആയിരക്കണക്കിന് വർഷം നിലനിന്നിരുന്ന ഒരുപാട് രാജവംശങ്ങളെ പറ്റി നിങ്ങളെ പഠിപ്പിച്ചില്ല. 800 വർഷം നീണ്ട മുഗൾ വംശത്തിന്റെ മുഴുവൻ ചരിത്രം നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ തന്നെ നമ്മളെ ആക്രമിക്കാൻ വന്ന ഒരു മഹാന്മാരാണ്. നമുക്ക് എന്താ പറയാ, പഴയ തലത്തില് ഇന്നത്തെ തലത്തിൽ പറയുകയാണെങ്കിൽ ലവ് ജിഹാദ് മനോഹരമായി നടപ്പിലാക്കിയ അക്ബർ സാമൂഹിക വിവാഹം പ്രോത്സാഹിപ്പിച്ചു നമ്മൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്നത്. പക്ഷെ അക്ബറിന്റെ സാമൂഹിക വിവാഹത്തിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഒരാള് പോലും അതിൽ ഹിന്ദു പുരുഷനില്ല, എല്ലാ മുസ്ലിം പുരുഷന്മാരും ഹിന്ദു സ്ത്രീകളുമാണ്. അപ്പൊ അതൊരു തരത്തിൽ ഇന്നത്തെ കണക്കിൽ പറയുകയാണെങ്കിൽ ലവ് ജിഹാദിന്റെ ഒരു ഒഫീഷ്യൽ വേർഷനാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് മഹാന്മാരായി അവതരിപ്പിച്ചത്. അപ്പൊ മഹാന്മാരായ ഒരുപാട് രാജാക്കന്മാർ നമുക്ക് ചരിത്രകാരൻ, അവരൊക്കെ നമ്മൾ ഒരു പാരഗ്രാഫിൽ പഠിച്ചു. ഈ ലളിതാദിത്യ മുക്തപീഠ എന്ന് പറയുന്നത് ഞാൻ റീസെന്റ് ഒരു 3 വർഷം മുന്നെയാണ് ഇത് കേൾക്കുന്നത്. അറിയില്ലായിരുന്നു അങ്ങനത്തെ ഒരു രാജവംശം ഉണ്ടായിരുന്നു. അത്രയും നമ്മൾക്ക് അറിയില്ല, പലതും അറിയില്ല. ഇപ്പൊ നമ്മൾ ഒരു ഏവറേജ് പഴയ കാലത്ത് ഞങ്ങളുടെയൊക്കെ തലമുറയിൽ ആളോട് ചോദിച്ചാൽ ആരാ മുഗളന്മാരെ തോൽപ്പിച്ചതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവന്റെ മനസ്സിൽ വരുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാണെന്നാണ്. എന്നാൽ ബ്രിട്ടീഷുകാരല്ല, അതിനിടയ്ക്ക് ഒരു മറാഠ രാജവംശം എടുക്കുന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം അത്രയും മനോഹരമായി നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ആ പ്രദേശങ്ങളെ മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ നടന്ന ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് നമ്മളിൽ അടിച്ചേൽപ്പിച്ചത്. നമ്മൾ ഒരുപാട് വിശ്വാസങ്ങൾ നമ്മളിൽ അടിച്ചേൽപ്പിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട വിശ്വാസമായിരുന്നു, നമ്മൾ മനസ്സ് വിചാരിക്കുന്നിടത്ത് ശരീരം എത്താതാവുന്ന ഒരു സ്റ്റേജിൽ മാത്രമാണ് ആധ്യാത്മികതയിലേക്ക് പോകുക. ബോധപൂർവ്വം നടത്തിയൊരു പ്രചാരമാണ്. കാരണം ആധ്യാത്മിക സത്വങ്ങൾ ഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ട ആരോഗ്യം ഉണ്ടാവരുതെന്ന് ആർക്കും മുൻകൂട്ടി നിശ്ചയം ഉണ്ടായിരുന്നു. ഒരു 60-ാം വയസ്സിൽ ആധ്യാത്മികത പഠിച്ചു അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് പുറത്തിറങ്ങി പ്രവർത്തിക്കാനോ സമൂഹത്തിൽ അതിനനുസരിച്ച് ഇടപെടൽ നടത്താനോ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പൊ ആ പ്രായത്തിൽ ഇതിലേക്ക് പോകാവൂ എന്ന് പഠിപ്പിച്ചു വെച്ചു. പിന്നെ ഏറ്റവും നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലം തന്നെ നോക്കിയാൽ മതി, മറ്റൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അതായത് സ്വന്തം വിശ്വാസങ്ങൾ കൊണ്ടുവരുന്ന 2 സമൂഹങ്ങളും സ്വന്തം വിശ്വാസങ്ങൾ ഉപേക്ഷിച്ച് പുരോഗമനം എന്ന് നമ്മൾ ധരിച്ച്, ഞാൻ എപ്പോഴും പറയാറുള്ള ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ വേണ്ടി ഇറക്കി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ഒരു തലമുറ, ആ തലമുറയുടെ എക്കണോമിക് ഗ്രോത്ത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എന്താണ് അവരുടെ സാമ്പത്തിക സ്ഥിതി നോക്കിയാൽ മതി. അത് എവിടേക്കാണ് പോയിരിക്കുന്നത്? എത്രയോ ഡിക്ലൈൻഡ് ആയിപ്പോയി. അപ്പൊ നമ്മുടെ വിശ്വാസങ്ങളിൽ നിന്ന്, നമ്മുടെ എനർജി സെന്ററിൽ, നമ്മുടെ ഊർജ പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്നും നമ്മളെ ബോധപൂർവം അകറ്റി നമ്മളിൽ വൈദേശികമായ ആശയങ്ങൾ അടിച്ചേൽപ്പിച്ച് മനോഹരമായ കവറുകളിൽ പൊതിഞ്ഞു വരുന്ന മാരക വിഷമുള്ള മിഠായികളെ പോലുള്ള ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് തന്ന് നമ്മളെ പറ്റിച്ച് മാറ്റി നിർത്തിയതിൻ്റെ ഫലമാണ് ചെറുപ്പക്കാർ ഇതിൽ നിന്നാകുന്നത്. ഞങ്ങളുടെ തലമുറയാണ് ശരിക്കും പറഞ്ഞാൽ, നിങ്ങളുടെയൊക്കെ തലമുറ ഭാഗ്യം ചെയ്ത തലമുറയാണ്, നിങ്ങളൊക്കെ മുൻപേ ഈ മാർഗത്തിൽ. ഞങ്ങളുടെ തലമുറയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വ്യർത്ഥമാണെന്നും ഇതൊക്കെ തെറ്റാണെന്നും ഉള്ള പ്രചാരങ്ങളിൽ പെട്ടുപോയ തലമുറ. ആ തലമുറയിൽ നിന്ന് ഒരുപാട് പേര് തിരിച്ചു വരാണ്. ഇപ്പൊ ഈ പറയുന്ന ചിന്താധാരകളിൽ ഒട്ടി നിന്നുള്ള ആൾക്കാരാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നവോത്ഥാനത്തിലേക്ക് വരുന്നത്. കേരള ചരിത്രത്തെ എത്ര മനോഹരമായിട്ടാണ് നമ്മൾ ഇന്ന് മറച്ചു പിടിച്ചത്. എന്തിന് മാമാങ്കം എന്ന് ചോദിച്ചാൽ നമ്മുടെ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു അധികാര തർക്കം,
ഒരു യുദ്ധമായിരുന്നു. ചാവറുകൾ വന്ന് മരിച്ചു വീഴുന്ന ഒരു ഭൂമി, ഒരു മൂവിയൊക്കെ വന്നു. ഒരു അധികാര തർക്കമായിരുന്നു. ആ മൂവി വന്നു. ഇപ്പൊ തിരുനാവായിലാണ് മാമാങ്കം എന്ന് പലരും ഓർക്കുന്ന ഒരു പാട്ട് വന്നുകൊണ്ട് മാത്രമാണ്, അല്ലാന്നുണ്ടെങ്കിൽ അതും അറിയില്ല. പക്ഷെ ഈ മാമാങ്കത്തിന്റെ യഥാർത്ഥത്തിലുള്ള രൂപം എന്തായിരുന്നു എന്നുള്ളത്, അത് എങ്ങനെയാണ് അവിടെ അധികാര തർക്കം വന്നതെന്നുള്ള കഥയും നമുക്കറിയില്ല. നമ്മളിന്ന് മറച്ചു പിടിക്കും. നമ്മള് ഇപ്പോ പല വീരയോദ്ധാക്കളുടെയും കഥകൾ നമുക്കറിയില്ല. അതൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന മറ്റു രീതിയിലാണ്. അവരൊക്കെ സാധാരണ നിസ്സാരക്കാരായ വ്യക്തികൾ എന്നുള്ള രീതിയിലാണ്. നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടിയിരുന്ന ഒരുപാട് ധീരന്മാരുടെ കഥകൾ നമ്മളിൽ നിന്ന് മറച്ചു പിടിച്ചിട്ടുണ്ട്. അത് മറ്റൊരു രീതിയിൽ നമ്മൾ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ ചരിത്രത്തെ മറച്ചു പിടിക്കാൻ നമ്മുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് ആധ്യാത്മികതയിൽ നിന്ന് നമ്മൾ അകന്നു. കേരളത്തിലും ചേട്ടാ മറാത്ത പ്രസൻസ് വന്നിരുന്നു, വിജയനഗര സാമ്രാജ്യ പ്രസൻസ് വന്നിരുന്നു. ഇതൊക്കെ ചേട്ടൻ ഇപ്പൊ ഹിസ്റ്ററിനെ പറഞ്ഞുകൊണ്ട് പറയാണ്, അത് എവിടെയും ടെക്സ്റ്റ് ബുക്സിൽ ഇല്ല. ഇതും അതായത് കേരളത്തില് ഞാൻ പൂർണ്ണമായും കേരളത്തില് ഈ പറയുന്ന മറാഠ സംസ്കാരം കടന്നു വന്നിരുന്നു അല്ലെങ്കിൽ സാമ്രാജ്യം വന്നിരുന്നു എന്ന് പറയില്ല. അത് തമിഴ്നാടിന്റെ പൗഡറികൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇൻഫ്ലുവൻസ് തീർച്ചയായും ഇവിടെ വന്നിരുന്നു. കേരളം അല്ലാതെ തന്നെ കേരളം ആധ്യാത്മികമായ പ്രഭവഭൂമിയായിരുന്നു. കാരണം പരശുരാമത സൃഷ്ടിക്കുന്നത് തന്നെ ഇടാ പിങ്കള എന്ന് പറയുന്നതിനെ പോലെ 108 ശിവാലയങ്ങളും 108 ദുർഗാക്ഷേത്രങ്ങളും സ്ഥാപിച്ചുകൊണ്ട് അതിനെ കൃത്യമായ ബാലൻസ്, നമ്മള് ജലത്തിന്റെ pH മൂല്യം എന്ന് പറയുന്ന പോലെ അതിന്റെ ആധ്യാത്മിക മൂല്യം ഉറപ്പുവരുത്തിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടൊരു ഭൂമിയാണ്. അപ്പൊ മാത്രമല്ല, നിങ്ങൾ ഒരു കാര്യം നോക്കേണ്ടത്, നമ്മളിപ്പോ ഈ ജാതി വ്യവസ്ഥയെ പറ്റി പറഞ്ഞ് കേരളത്തിലെ ജാതി വ്യവസ്ഥ അങ്ങനെയാണെന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് നോക്കൂ. ആ ജാതി വ്യവസ്ഥയുടെ കാലഘട്ടം വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ കണക്കിലെടുക്കുകയാണെങ്കിൽ എല്ലാ ജാതി ഉപജാതി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങൾക്കും ഇത്രയേറെ സമ്പന്നമായ ഫോക്ക് പൈതൃകമുള്ള വേറൊരു സംസ്ഥാനവും ഇല്ല. എല്ലാ വിഭാഗങ്ങൾക്കും നോക്കൂ. നിങ്ങൾ ഈ പറയുന്ന അടിച്ചമർത്തപ്പെട്ട എന്ന് പറയുന്ന വിഭാഗക്കാരിൽ നിന്ന് തന്നെ നിങ്ങൾ നോക്കണേ അവരുടെ കല എത്ര വികസിച്ചാന്ന് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഭീകരത അതിനുണ്ടായിരുന്നെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ താരതമ്യേന അതിന്റെ കുറ്റം സനാതന ധർമ്മത്തിന്റെ മുകളിൽ വെക്കാവുന്ന കാലഘട്ടത്തിലല്ല. നേരത്തെ പറഞ്ഞ ചെറിയൊരു സാധനം സൂം ഇൻ ചെയ്തിട്ട് അതിനെ കുറ്റപ്പെടുത്തി, അതായത് ഈ ചെറിയൊരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ വൈദേശികമായ ആശയങ്ങളുടെയും വ്യക്തികളുടെയും ആക്രമണകാരികളുടെ സ്വാധീനം നിലനിന്ന ഒരു കാലഘട്ടത്തിനെ മാത്രം എടുത്തു കാണിച്ചിട്ട് ഇതായിരുന്നു സനാതന ധർമ്മം എന്ന് പറയുന്ന രീതിയിൽ, ഇതായിരുന്നു ഇവിടുത്തെ ജാതി വ്യവസ്ഥ, കൊടിയ ജാതി ചിന്തയാണ്. അതായത് ഇപ്പം നമ്മൾ കേരള സമൂഹത്തിൽ നോക്കുക, എല്ലാ 6 മാസത്തിലും കൃത്യമായ ഇടവേളയിൽ ഒരു ജാതി വിവാദം കേരള രാഷ്ട്രീയ സമൂഹത്തിൽ പൊന്തി. അത് മറക്കാൻ പാടില്ല. നീ ജാതിയിൽ നിന്ന് ഉയർക്കൊണ്ട പാർട്ടികളാണ് അവിടെ ഉള്ളത്. ജാതി മറന്ന് സനാതന ധർമ്മികൾ ഒരുമിക്കുന്ന കാലഘട്ടത്തിൽ അവസാനിച്ചു പോകാവുന്ന പാർട്ടികൾ അവിടെ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഒബ്സർവ് ചെയ്യുള്ളൂ. നിങ്ങൾ ചെറുപ്പക്കാരല്ലേ. എല്ലാ 6 മാസവും ജാതിപരമായ ഒരു വിവാദം കേരളത്തിൽ ഉണ്ടായിരിക്കും, അത് ഉണ്ടാക്കിയിരിക്കും. അങ്ങനെ ഓർമ്മപ്പെടുത്തലാണത്, ജാതി എന്നുള്ളതിനെ ഓർമ്മപ്പെടുത്തി കൊണ്ടുവരുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ഇന്നും ആ ശക്തികൾ സജീവമാണെന്നുള്ള ബോധമാണ്. അവരിന്നും സജീവമാണ്. അപ്പൊ നമ്മൾ ജാഗരൂകരായിരിക്കണം. നവോത്ഥാനം വന്നു, ഇനി എല്ലാം സുഗമമായി പോകും എന്ന് പ്രതീക്ഷിക്കരുത്. കാരണം നമുക്ക് ഇനിയും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. മഴ വരാൻ തുടങ്ങി ഡൽഹിയിൽ മഴ പെയ്തു. അപ്പൊ ഇന്നലെ വരെ ക്ലൈമറ്റ് ഭയങ്കര പ്ലസന്റ് ആയിരുന്നു. അനന്തുവിനും ഓർമ്മയുണ്ടാവും, മധുചേട്ടനും ഓർമ്മയുണ്ടാവും. നമ്മൾ ഡൽഹിയിലേക്ക് വരുമ്പോൾ പൊല്യൂഷൻ പേടിച്ചിരുന്നു, മഴ പേടിച്ചിരുന്നു. ബട്ട് യാഗം കഴിയുന്നത് വരെ ഒന്നും ഉണ്ടായില്ല. യാഗം കഴിഞ്ഞു, ഇന്ന് എല്ലാവരും തിരിച്ചു പോകാനിരിക്കുകയാണ്. മഴ സ്റ്റാർട്ടായി. സോ നമുക്ക് ഇനിയും ചേട്ടാ മുന്നോട്ടേക്ക് ഞാൻ എല്ലാ പ്രോഗ്രാമിലും പ്രതീക്ഷിക്കുന്നു. മെയ് 1 അഗ്നിയാഗം, അതിനും പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും സംസാരിക്കാം. കുറെ ഇതുപോലത്തെ അറിവുകൾ ഇനിയും ഞങ്ങൾക്ക് വേണം. യാഗം ഫലപ്രദമാണെങ്കിൽ മഴ പെയ്യണമെന്നാണ് അതിന്റെ ഒരു കണക്ക്. അപ്പൊ മഴ പെയ്തതിൽ നമുക്ക് അതല്ല, നല്ല തണുപ്പുണ്ടായിരുന്നു ഇന്നലെ, പക്ഷെ പ്ലസന്റ് ആയിരുന്നു കാലാവസ്ഥ. യാഗം സമംഗളം പര്യവസാനിച്ചു ഏറ്റവും മനോഹരമായിട്ട്. ഞാൻ വന്നില്ലെങ്കിൽ, ഞാൻ ഇടവേളയിലെ തിരക്കുകൊണ്ട് ഞാൻ എത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു യാഗമായിരുന്നു. പക്ഷെ പ്രത്യേക റിസ്ക് എടുത്ത് പോന്നു. ആ പോകുന്നത് വളരെ നല്ലൊരു തീരുമാനമാണെന്നുള്ളത് ബോധ്യപ്പെട്ടു. കാരണം എല്ലമാർക്കയുടെ ആ യാഗത്തിന്റെ ഒരു പൂർണ്ണത, അതിന്റെ സൈന്യം, മുരുക സൈന്യത്തിന്റെ അർപ്പണ മനോഭാവം, പ്രത്യേകിച്ചും യുവാക്കളുടെ മനസ്സ് നിറഞ്ഞിട്ടാണ് നമ്മൾ ഇത്തവണ ദില്ലിയിൽ നിന്ന് മടങ്ങുന്നത്. വളരെയധികം ചാരിതാർത്ഥ്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളൊരു കവിത ചൊല്ലുന്ന പരിപാടിയില്ലേ, എന്താണ് ചോര തുടിക്കും ചെറുകൈകളെ പേറുക വന്നീ പന്തങ്ങൾ എന്ന് പറയുന്ന പോലെ ഈ പന്തങ്ങള് ചെറുകൈകളെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ള മനോഹരമായ ചാരിതാർത്ഥ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ മടങ്ങുന്നത്. എല്ലമാർക്കയുടെ കൂടെ ഇനിയും സജീവമായിട്ടുണ്ടായിരിക്കും. എല്ലമാർക്കയുടെ മുരുക സൈന്യത്തിനും രജിത് കുമാർജിയുടെ എല്ലാ ദൗത്യങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു. സാധ്യമായ സമയത്തൊക്കെ ഒപ്പം നടക്കാൻ പ്രാർത്ഥിക്കുന്നു. ചേട്ടന്റെ ഫേസ് അടുത്ത പ്രോഗ്രാംസിലും ആ സ്പീച്ചുകൾ ഇനിയും ഞങ്ങൾക്ക് വേണം. ഇനിയും അനുഭവങ്ങൾ തരണം.
എന്ന് പറഞ്ഞുകൊണ്ട് മുരുകൻ അതിനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം ശരണ ഭവാന.